ഈ നല്ല നേരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ നല്ല നേരത്തിൽ നമുക്ക് കർത്താവിനെ ധ്യാനിക്കാം. ഈ നല്ല നാളിൽ കർത്താവിനെ നാം ധ്യാനിക്കാം. ഞാനൊരു വാക്യം വായിക്കാം. എബ്രായർ 4-ാം അധ്യായം. എബ്രായർ 4 അതിന് പരിചയപ്പെട്ട നല്ല ഒരു വാക്യമാണ്. നിങ്ങൾ വായിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് സമാധാനവും സന്തോഷം ലഭിക്കും. എബ്രായർ 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുമുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനും അടുത്ത് ചെല്ലുക. കൃപാസനത്തിൻ്റെ അടുത്തിലോട്ട് നാം ചെല്ലുക. കൃപാസനത്തിൻ്റെ അടുത്ത് ഗ്രേസ് ത്രോണിൽ നമ്മൾ ചെല്ലുമ്പോൾ ദൈവം നമുക്ക് കരുണ കാണിക്കും. മേഴ്സി ആൻഡ് ഗുഡ്നെസ് വിൽ ഫോളോ പറയുന്നു. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി തക്ക സമയത്ത് നമുക്ക് ഹെൽപ്പ് വേണം. ആ ഹെൽപ്പിന് നാം കർത്താവിൻ്റെ കൃപാസനത്തിലോട്ട് പോകാം. യേശുവിൻ്റെ കൃപാസനത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് കരുണയും കൃപയും ലഭിക്കും. സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. കൃപാസനത്തിനടുത്ത് ചെല്ലുമ്പോൾ നമ്മൾക്ക് സഹായവും കൃപയും കിട്ടും. കരുണയും കൃപയും ലഭിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദിവസങ്ങളിൽ നാം ഈ വാക്യം ധ്യാനിക്കാം. കർത്താവിൻ്റെ കൃപാസനത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് കരുണ ലഭിക്കും. കൃപാസനം എന്ന് പറഞ്ഞാൽ മധ്യസ്ഥത നയിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവാണ് കൃപാസനത്തിലുണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യേശു ആണവർ പക്ഷപാതം ചെയ്യും നമുക്ക് വേണ്ടി. അങ്ങനെ പക്ഷപാതം ചെയ്യുമ്പോൾ യേശു മാത്രം മധ്യസ്ഥൻ, ഒരു ഇൻ്റർസെസറായിട്ട് ചെയ്യുന്നു. കർത്താവിൻ്റെ വചനത്തിൽ ഇന്ന് കർത്താവ് യേശു ക്രിസ്തുവാണ്, യേശു അപ്പച്ചനാണ് നമുക്ക് മധ്യസ്ഥ ചെയ്യുന്നത്. അപ്പോൾ യേശു അപ്പച്ചനോട് നമ്മുടെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ യേശു അപ്പച്ചൻ നമ്മുടെ കാര്യങ്ങളെല്ലാം മാറ്റിത്തരും. നമ്മളെ സന്തോഷം തരും, സമാധാനം തരും, കൃപ നൽകി തരും. കരുണ ലഭിക്കാൻ കർത്താവ് കൃപ നൽകി തരും. കർത്താവിൻ്റെ സഹായത്തിലോട്ട് നാം കടന്നു ചെല്ലുക. ഈ വാക്യം നിങ്ങൾ വായിക്കണം. എബ്രായർ 4-ാം അധ്യായം 16-ാം വാക്യം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൽ അടുത്ത് ചെല്ലുക. കർത്താവിൻ്റെ കൃപാസനത്തിൽ ചെല്ലുമ്പോൾ നമ്മൾക്കൊരു സമാധാനം ലഭിക്കും. ഇവിടെ അനേകർ വഴിതെറ്റിക്കുന്നവരുണ്ട്. അവരുടെ കൂട്ടത്തിൽ പോകാതെ നാരോ വേയിലോട്ട് പോകാതെ ബ്രോഡ് വേയിൽ പോകുക. നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കാനായി നാം പോകുക. സംസാരിപ്പാനും പ്രാർത്ഥിക്കുവാനും പാടുവാനും ദൈവം നമ്മൾക്ക് കൃപ നൽകി തരട്ടെ. ഈ നല്ല ദിവസത്തിൽ കർത്താവ് നമുക്ക് സമാധാനവും സന്തോഷവും നൽകി തരും. കർത്താവിനെ നമ്മളെ സഹായിക്കട്ടെ. കൃപാസനത്തിനടുത്തോട്ട് ചെല്ലുക. കർത്താവ് യേശുപ്പച്ചൻ്റെ കൃപാസനത്തിൽ ചെല്ലുക. അപ്പോൾ കർത്താവ് നമുക്ക് അത്ഭുതം അടയാളം ചെയ്തു തരും. കഴിഞ്ഞകാല പാപങ്ങൾ, ഇപ്പോഴത്തെ പാപങ്ങൾ, വരുന്ന പാപങ്ങളെല്ലാം കർത്താവ് മായ്ക്കുന്നു. യേശു അപ്പച്ചൻ മായ്ച്ചു തരുന്നു. യേശു അപ്പച്ചൻ കൃപ നൽകി തരും, സമാധാനം നൽകി തരും. അതിനെ കർത്താവിനെ വിളിക്കാം. യേശു അപ്പച്ചനെ വിളിക്കാം. നന്ദി.